പോയത് ബേർഡ്സിൻ്റെ ഒക്കെ പ്രൈസും ഇപ്പോഴത്തെ റേറ്റൊക്കെ അറിയാനായിട്ടാണ്. തിരിച്ചു വന്നപ്പോൾ ദാ കിടക്കുന്നു, മീനെ വാങ്ങിച്ചുകൊണ്ട് പോന്നു. എൻ്റെ വാട്ടർ ലില്ലി പോണ്ടൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ, അപ്പോഴാണ് എൻ്റെ ലവ് ബേർഡ്സിൻ്റെ ഒക്കെ ഇപ്പോൾ ഞാൻ കടകളിലൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ എത്ര റേറ്റിനാണെന്നോ എന്തോന്നൊക്കെ അറിയാനായിട്ട് പോയതാണ്. ശിവാജി നഗറിൽ, ബാംഗ്ലൂരിൽ ശിവാജി നഗറിൽ റസൽ മാർക്കറ്റിനടുത്തുള്ള ഒരു മാർക്കറ്റുണ്ട് ഇവിടെ, പെറ്റ് മാർക്കറ്റ്. ഇഷ്ടം പോലെ കടകളുണ്ട്. ഞാനപ്പം ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയൊക്കെ പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. പണ്ടത്തെ അയ്യപ്പാസിൻ്റെ പരസ്യം പോലെ ചെറിയ വാതിലിൽ കൂടെ അകത്തോട്ട് കയറുമ്പോൾ വിശാലമായ ഷോറൂം എന്ന് പറഞ്ഞ പോലാണ് ഇവിടുത്തെ സംഭവം. അകത്തോട്ട് കയറിയപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഇഷ്ടം പോലെ പെറ്റ്സുകളുണ്ട് ഇവിടെ. ഇവിടെ വന്ന് എന്ത് വേണേലും വാങ്ങിച്ചുകൊണ്ട് പോകാം, അതുപോലാണ് ഇവിടുത്തെ കളക്ഷൻസ്. ലവ് ബേർഡ്സിൻ്റെയും കോക്കറ്റെയിലിനും ഒക്കെ 600-ഉം 3000 റുപ്പീസാണ് കോക്കറ്റെയിലിൻ്റെ നോർമൽ ഒരു പെയറിന്. ഞാൻ ഓരോ റേറ്റ് പറയുന്ന ഉടനെ ആൾക്കാർ എന്നോട് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നാണ് പറയുന്നത്. ഇതുപോലെ ഫാമുകളിലും വന്ന് നിങ്ങൾക്കൊക്കെ ബേർഡ്സിനെയൊക്കെ വാങ്ങിക്കാൻ പറ്റും. അതാകുമ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈസയൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് വാങ്ങിക്കാം. ചിക്കനെയൊക്കെ കണ്ടോ, ചിക്കനല്ല കോഴിയൊക്കെ ഉണ്ടോ, ഇതിൻ്റെയൊക്കെ സൈസ് കണ്ടോ, എന്ത് ഭംഗിയാണെന്നറിയാമോ. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കോഴികളുണ്ടായിരുന്നു അവിടെ. പൂച്ചകളെയൊക്കെ കണ്ടിട്ട് എല്ലാത്തിനും വീട്ടിൽ കൊണ്ടുപോകാൻ തോന്നുവാണ്. ഏത് വെറൈറ്റി ഓഫ് ബേർഡ്സും ഇവിടെ അവൈലബിൾ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എല്ലാത്തിൻ്റെയും പ്രൈസൊക്കെ ചെക്ക് ചെയ്തോണ്ട് ഫിഞ്ചസ്, ഗോൾഡിയന്, സ്റ്റാർ ഫിഞ്ചസ്, ഇഷ്ടം പോലെ ബേർഡ്സ് ഉണ്ടായിരുന്നു. ആഫ്രിക്കൻ ലവ് ബേർഡ്സ് എല്ലാത്തിനും നമ്മൾ കടയിലൊക്കെ പോയി 2000, 3000 ഒക്കെ കൊടുത്താണ് ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കേണ്ടത്. ഞാൻ എൻ്റെ ഒരു ഹോബിക്ക് വേണ്ടിയാണ് ഈ ബേർഡ്സിനെയൊക്കെ കീപ്പ് ചെയ്യുന്നത്. പിന്നെ എക്സ്ട്രാ വരുന്ന ബേർഡ്സിനെയൊക്കെ ഞാൻ അടുത്തുള്ള ഒരു കടയിൽ കൊണ്ട് കൊടുക്കാറാണ് ഉള്ളത്. അപ്പോൾ ചുമ്മാ ഇതിൻ്റെയൊക്കെ ഒന്ന് റേറ്റ് അറിയാൻ, ഞാൻ പറയുന്ന റേറ്റൊക്കെ കൂടുതലാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ വന്നതാണ് കേട്ടോ. അപ്പോഴാണ് ഇത് കണ്ടോ, ഹാംസ്റ്റർ കുഞ്ഞിനെ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. ഏതായാലും പോയ കാര്യം നടന്നു. ഞാൻ എനിവേ സ്ഥിരമായിട്ട് കൊടുക്കുന്ന കടയിലാണ് കൊണ്ട് കൊടുത്തേക്കുന്നത്. എൻ്റെ ഫിഷ് മോളിനെയൊക്കെ പിടിച്ച് ടാങ്കിലിട്ടു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.